Yes, here class we'll be discussing about the limitations of incorporation. നമ്മൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് കമ്പനിക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതുണ്ട് എന്നൊക്കെ വി ഡിസ്കസ് അല്ലെ. ഇനി നമുക്ക് നോക്കാം ലിമിറ്റേഷൻസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനി ആയിട്ട് രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് വരുന്ന ഒരു ഫേമിനെ നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഒരുപാട് അഡ്വാൻറ്റേജ് ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്യുന്നതിനുണ്ട്, ഒരു സംശയമില്ല. ബട്ട് എവറിത്തിങ് ഹാസ് ടു സൈഡ്സ് അല്ലെ. അതേപോലെ ഇതിനൊരു അതർ സൈഡ് ഉണ്ട്. One important disadvantage is formalities and expense. Formalities and expense. അതായത് ഇത് തുടങ്ങാനുള്ള നടപടിക്രമങ്ങളും ചെലവും ഇത് രണ്ടും ഒരു ലിമിറ്റേഷൻ ആണ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഡീറ്റെയിൽ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും സിമ്പിൾ അല്ല. ഒരുപാട് ലീഗൽ സ്റ്റെപ്സ് ഉണ്ട്, പേപ്പർ വർക്ക് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അപ്ലൈ ഫോർ DIN, നമ്മുടെ ഡയറക്ടർക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വേണം. പിന്നെ സ്പൈസ് പ്ലസ് ഫോംസ് അല്ലെ, അതൊക്കെ നമ്മൾ സ്പൈസ് പ്ലസ് ഫോംസിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സിക്യൂട്ടീവ് ലെവലിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ വേണമെന്നറിയാം. പിന്നെ അതേപോലെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. ഇതൊക്കെ തനിയെ ചെയ്യാൻ പറ്റിയ ഒരാൾക്ക് ഇല്ല. അപ്പോ ഹി സീക്സ് ദ ഹെൽപ്പ് ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ CS ഹെൽപ്പ് ചെയ്യും. സോ ഓൾ ദിസ് ടേക്സ് ടൈം ആൻഡ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് കോസ്റ്റ് മണി ആൻഡ് ടേക്സ് ടൈം. ഉദാഹരണത്തിന് ഗവൺമെന്റ് ഫീസ് അടയ്ക്കണം. പ്രൊഫഷണൽ CS എന്ന് വെച്ചാൽ അവർക്ക് പ്രൊഫഷണൽ ഫീസ് അടയ്ക്കണം. സ്റ്റാമ്പ് ഡ്യൂട്ടി വരും. രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യുമ്പോൾ ഫയലിംഗ് ചാർജസ് വരും. ROC ഫയലിംഗ് ചാർജസ് വരും. ROCയുടെ ഫയലിംഗ് ചാർജസ് വരും. അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് വരും കമ്പയർ ടു സോൾ പ്രോപ്പർട്ടേഴ്ഷിപ്പ്. അതൊക്കെ എങ്ങനെയൊന്നും ആവശ്യമില്ല. ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി വിത്ത് മിനിമൽ കോസ്റ്റ് അല്ലെ. അതാണ് ആക്ച്വലി ഇതിൽ പറയുകയാണെങ്കിൽ ദ ലോ ആക്ച്വലി മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ഇന്റൻഷനലി. കാരണം എന്താണെന്ന് വെച്ചാല് കുറച്ച് സീരിയസ് ആയിട്ട് ആൾക്കാർ മാത്രം ഒരു കമ്പനി രൂപീകരിച്ചാൽ മതി എന്നാണ് ലോ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ലോ ഇന്റൻഷനലി ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാക്കി വെക്കുന്നുണ്ട്. എല്ലാവരും വെറുതെ അവിടുത്തെ കമ്പനി രൂപീകരിക്കല്ല. ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ കുറച്ച് ഈ ലോ തന്നെ അതിനെ കുറച്ച് ടഫാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെക്കുക, അത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അതോട് തീരുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞിട്ടും ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. അതേപോലെ AGM ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം അല്ലെ. AGMs കണ്ടക്ട് ചെയ്യണം. അതേപോലെ തന്നെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ഇത് അപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും തീരുന്നില്ല. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഫോമാണ് MGT7. അത് നമുക്ക് CSCT ലെവലിൽ അത്ര വലിയ അത് വരുന്നില്ല. നെക്സ്റ്റ് ലെവലിലേക്ക് പഠിക്കും. അതേപോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യണം. AOC 4. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതായത് അത് കഴിഞ്ഞാൽ കമ്പനീസ് മസ്റ്റ് റെഗുലർലി റിപ്പോർട്ട് ടു ROC. രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങളും. ഉദാഹരണത്തിന് ഡയറക്ടർ ചേഞ്ച് ആയി നോക്കിയ കമ്പനിയുടെ, അപ്പോ ആ ROCയിൽ എന്ത് ഫയൽ ചെയ്യണം? DIR 12 ഫയൽ ചെയ്യണം. ഇനി ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് നോക്കാം, അപ്പോഴും ROCയിൽ SH7 ഫയൽ ചെയ്യണം. അങ്ങനെ ഈ രീതിയിൽ ഓരോ കാര്യങ്ങൾ അപ്പപ്പോ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം രജിസ്റ്റർ ഓഫ് കമ്പനീസ് ROCക്ക്. ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് അല്ലെ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ സംഭവിക്കും, ചെയ്തില്ല ഉറപ്പായിട്ട് പെനാൽറ്റി വരും. സോ അപ്പൊ ഈ ചെറിയ ഫേംസിനൊക്കെ കമ്പനി ആയിട്ട് വരുന്നത് ഒരു അത്ര ശരിയായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെ ഈ ചെറിയൊരു കടക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോർമലി ഡിഫിക്കൽട്ട്. അപ്പൊ കമ്പനി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വലിയ ലെവൽ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേംസിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് കൂടാണ്ട് സർട്ടൻ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആർ കമ്പൽസറിലി റിക്വയർഡ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് വേണം. രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ് വേണം. മിനിറ്റ്സ് ബുക്ക് വേണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണം. ഇതെല്ലാം കീപ്പ് ചെയ്യണം അല്ലെ. അതായത് കമ്പനി മസ്റ്റ് മെയിൻറ്റെയിൻ രജിസ്റ്റർ ഓഫ് ബുക്സ് വേണം. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആണ്, ബുക്സ് അല്ല, സോറി, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതേപോലെ രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്. ഇനി അതേപോലെ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അതിന്റെ മിനിറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് മിനിറ്റ്സ് ബുക്ക് വേണം. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു മീറ്റിംഗ് കൂടി, ഒരു കമ്പനിയിൽ മീറ്റിംഗ് കൂടി നോക്കാം, ആ AGM എന്തെങ്കിലും കൂടി അതിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ ഇത് നോട്ട് ചെയ്ത് ഒരു മിനിറ്റ്സ് രൂപത്തിലേക്ക് ആക്കി വരണം. എന്നിട്ട് അതിന് സൂക്ഷിക്കാൻ ഒരു രജിസ്റ്റർ വേണം.
അപ്പൊ അങ്ങനെ കുറെ ബുക്കുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. ചെറിയ ബിസിനസ്സിന് ഇത്ര അധികം മാൻഡേറ്ററി രജിസ്റ്റേഴ്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമില്ല. സോ ദൈ പ്രിഫർ സോൾ പ്രോപ്പർട്ടീസ് വലിയ പാർട്ണർഷിപ്പ് കമ്പനി വേണ്ടെന്ന് വെക്കും. അതൊരു കമ്പനിയുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഇത് പറയുന്നുണ്ട്. പിന്നെ സർട്ടൻ കേസസിന് ട്രിബ്യൂണലിന്റെ അപ്രൂവൽ വേണ്ടിവരും. NCLT സർട്ടൻ കേസസിന് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണ്ടിവരും, അല്ലെങ്കിൽ കോർട്ടിന്റെ ഇടപെടൽ ഉണ്ടാവും. ഉദാഹരണത്തിന് രണ്ട് കമ്പനികൾ തമ്മിൽ മെർജർ നടക്കുകയാണ്, അതിനപ്പോ NCLT ട്രിബ്യൂണലിന്റെ അപ്രൂവൽ വേണം. അതേപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ച ഒരു കമ്പനി, അതും വെറുതെ ചെയ്യാൻ പറ്റില്ല, അപ്പോഴും NCLT അപ്രൂവൽ വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ അപ്രൂവൽ വേണം. ഇനി ഈ കമ്പനി ഇതെല്ലാം എന്തെങ്കിലും ലോ വയലേറ്റ് ചെയ്ത ഹെവി ഫൈൻ ഓർ പണിഷ്മെന്റ്, ഉദാഹരണത്തിന് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടു നിൽക്കുക, ₹100 per day പെനാൽറ്റി ഉണ്ട്. എന്റെ ഓർമ്മ ഞാൻ പറയാണ്, സെക്യൂർ അങ്ങനെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരുപാട് പെനാൽറ്റികളും വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ പാർട്ട്ണർഷിപ്പും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ഫ്യൂവർ റൂൾസേ ഉള്ളൂ. സോ ഇതാണ് നമുക്ക് ആ ഫസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് എന്താ നമ്മൾ പറഞ്ഞ ലിമിറ്റേഷൻസിന്റെ ആദ്യത്തെയാണ് ഫോർമാലിറ്റീസ് ആൻഡ് എക്സ്പെൻസസ്. ഇതിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഡിസ്ക്ലോഷേഴ്സ്. കോർപ്പറേറ്റ് ഡിസ്ക്ലോഷേഴ്സ് ഇതൊരു ലിമിറ്റേഷൻ. അതായത് കുറെ കാര്യങ്ങൾ ഇൻഫർമേഷൻ പബ്ലിക്ലി കൊടുക്കണം. കമ്പനീസ് മസ്റ്റ് ഡിസ്ക്ലോസ് സർട്ടൻ ഇൻഫർമേഷൻസ് പബ്ലിക്ലി. അവര് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. വെബ്സൈറ്റിൽ എവിടെയാണെന്ന് വെച്ചാൽ ഡിസ്ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ ഡയറക്ടർമാരുടെ ഡീറ്റെയിൽ കൊടുക്കണം, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എല്ലാം കൊടുക്കണം. അതേപോലെ തന്നെ മെമ്പേഴ്സിന് ഷെയർ ഹോൾഡേഴ്സ് എന്ന ഒരു മാനേജ്മെന്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് ഓണേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഷെയർ ഹോൾഡേഴ്സ് കാനോട്ട് ഇന്റർഫിയർ ഇൻ ഡെയിലി മാനേജ്മെന്റ്. അവരെന്താ ചെയ്യുക, അവർക്ക് മീറ്റിംഗ്സിൽ വോട്ട് ചെയ്യാം. എന്തെങ്കിലും തീരുമാനം എടുക്കണോ, അത് വോട്ടിന് വെച്ച് കഴിഞ്ഞാൽ AGM-നൊക്കെ പോകുമ്പോൾ അവർ വോട്ട് ചെയ്യാം. അതേപോലെ ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യാം. പക്ഷെ ദൈ ഡോണ്ട് മാനേജ് ഡേ ടു ഡേ വർക്ക്. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഒരു 10 ഷെയറിന്റെ റിലയൻസിന്റെ ഉണ്ടെന്ന് വെക്കുക, അതുകൊണ്ട് നിങ്ങൾ റിലയൻസിന്റെ ഹെഡ് ഓഫീസിൽ പോയിട്ട് ഞാൻ നോക്കിക്കോളാം കമ്പനി ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് 10 ഷെയർ ഉണ്ട് അങ്ങനെ പറയാൻ കഴിയുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, തേർഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് കൺട്രോൾ ഫ്രം ഓണർഷിപ്പ്. സെപ്പറേഷൻ ഓഫ് കൺട്രോൾ ഫ്രം ഓണർഷിപ്പ്. ഓക്കെ, അതായത് members are not having an effective control. ഓക്കെ, ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്, സമ്മതിച്ചു. ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ മാനേജ് ചെയ്യുന്നത് ആരാ മാനേജ് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത് പറയൂ, ആരാന്ന് പറയൂ. മാനേജേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു സോൾ പ്രോപ്പർട്ടിഷിപ്പോ പാർട്ട്ണർഷിപ്പോ ആണെങ്കിൽ ഇത് രണ്ടും ഒരു ആൾക്കാരായിരിക്കും. പക്ഷെ ഇവിടെ ഇൻ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സും ഡയറക്ടേഴ്സ് മാനേജേഴ്സും ആയിരിക്കും. സോ ദർ ഇസ് എ സെപ്പറേഷൻ ആൻഡ് കൺട്രോൾ ഫ്രം ഓണർഷിപ്പ്. അതൊരു നെഗറ്റീവ് ആയിട്ട് പറയാം. പെർട്ടിക്കുലർ ഇൻ ബിഗ് കമ്പനീസ്, ലാർജ് കമ്പനീസ് തൗസൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അവരെ ഒന്നും ഡെയിലി ഓപ്പറേഷനിൽ അഫയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, ഒരു മെമ്പറിനും അയാളുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കോൺട്രാക്ട് ഒക്കെ ഒരു കമ്പനി എന്തെങ്കിലും കോൺട്രാക്ട് ഏർപ്പെടുകയാണെങ്കിൽ ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ഷെയർ ഹോൾഡർക്കൊന്നും പറ്റില്ല. അതാരെ സൈൻ ചെയ്യാം? അത് സൈൻ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ് സിഗ്നേറ്ററോ ആയിരിക്കും സൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ മെമ്പേഴ്സ് ആർ members are neither the owners nor the agents of the company. അത് പറഞ്ഞാല് ടെക്നിക്കലി കമ്പനി is a separate legal person. Shareholders own shares, not the company property. ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു ലാൻഡ് ഓൺ ചെയ്തിട്ട് വെക്കാം, ഷെയർ ഹോൾഡറിന് അതിനുള്ള പേഴ്സണൽ ഓണർഷിപ്പ് ആയി ക്ലെയിം ചെയ്യാൻ ഒരു അവകാശമില്ല. സോ ദ ഓണർഷിപ്പ് ഇസ് പാസീവ് ഇൻ നേച്ചർ. ഷെയർ ഹോൾഡേഴ്സ് ജസ്റ്റ് ഇൻവെസ്റ്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ ഡിവിഡൻഡ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ദേ ആർ നോട്ട് ആക്റ്റീവ്ലി മാനേജിങ്. ക്ലിയർ? ഇതാണ് തേർഡ് ഇതായിട്ട് പറയുന്നത്. ഇനി ഫോർത്ത് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ഗ്രേറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ,
അതായത് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ സാധനം, വലിയൊരു സെറ്റപ്പ് അല്ലേ. അവർക്ക് ശരിക്കും ഒരു രാജ്യത്തിന്റെ എക്കണോമീനെ അഫക്ട് ചെയ്യാൻ പറ്റും. അത് ഒരു കമ്പനി വെച്ചാൽ അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ജനറേഷനെ അഫക്ട് ചെയ്യാൻ പറ്റും, എൻവിറോൺമെന്റിനെ അഫക്ട് ചെയ്യാൻ പറ്റും, പബ്ലിക്കിനെ അഫക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് അത് ഗ്രേറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. ഓക്കെ, അതായത് ഇപ്പൊ എൻവിറോൺമെന്റൽ ഒരു 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 വലിയൊരു കമ്പനി അവര് ഒരു തരത്തിലുള്ള എൻവിറോൺമെന്റൽ ഇത് നോക്കാണ്ട് ഫുൾ പൊല്യൂഷൻ ആക്കി നടക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അല്ലേ. അപ്പൊ അവര് കൃത്യമായിട്ട് എല്ലാ രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത അവർക്ക് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഗ്രേറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവർ എൻവിറോൺമെന്റൽ ലോസ് ഫോളോ ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഫണ്ട് പേ ചെയ്യണം. അതായത് ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയുടെ നെറ്റ് വർത്ത് 500 കോടി ആണെന്ന് വെക്കാം. 500 കോടി ആ കമ്പനിക്ക് നെറ്റ് വർത്ത് ഉണ്ടെന്ന് വെക്കാം, 500 crores. ഓക്കെ, അല്ലെങ്കിൽ അതിന് ടേൺ ഓവർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1000 crore എന്ന് വെക്കാം. അതും അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 crore എന്ന് വെക്കാം. ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ തന്നെ ആ കമ്പനി അതിന്റെ 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് CSR ആക്ടിവിറ്റീസിന് വേണ്ടി സെർവ് ചെയ്യാം. CSR ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ചാരിറ്റി എന്ന് അങ്ങനെ നമുക്ക് പറയാം. ഒരു വീക്കർ സെക്ഷന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് പ്രോഫിറ്റിന്റെ കുറച്ച് ഭാഗം ഈ കമ്പനി പേ ചെയ്യണം ഏതെങ്കിലും രീതിയിൽ. അങ്ങനെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും കുറച്ച് നാട്ടിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം പറയുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ബാധ്യത കൂടി കമ്പനി ആകുമ്പോൾ വരികയാണ്. സോ അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി നോക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ കമ്പനീനെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു അധിക ചെലവാണ് അല്ലെ. അങ്ങനെയാണ് ഒരു ലിമിറ്റേഷൻ തോന്നുന്നത്. ശരിക്കും ലിമിറ്റേഷനിൽ ഞാൻ ഉൾപ്പെടുത്തില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു കമ്പനിയുടെ കാഴ്ചപ്പാടിൽ അവർക്ക് അധിക ചെലവ് വരുന്നു എന്നുള്ളതുകൊണ്ട് ലിമിറ്റേഷൻ ആക്കി പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഗ്രേറ്റർ ടാക്സ് ബർഡൻ ഇൻ സർട്ടൻ കേസസ്, 5ാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ടാക്സ് ബർഡൻ ഇൻ സർട്ടൻ കേസസ്. ഓക്കെ, അതായത് ടാക്സ് ബർഡൻ മേ ബി മോർ. Sometimes companies pay more tax than other than the firms. അതായത് കമ്പനി ഈസ് ലയബിൾ ടു പേ ടാക്സ് വിത്തൗട്ട് എനി മിനിമം ടാക്സബിൾ ലിമിറ്റ്. ഒരു ഫേം ആകുമ്പോൾ അയാൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലായിരിക്കും, അതിന്റെ ഓണറിന്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലായിരിക്കും ടാക്സ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് ഇപ്പൊ ശരിക്കും അറൌണ്ട് അയാൾക്കൊരു ടാക്സ് ലിമിറ്റ് 12 lakhs വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് ഓരോ വർഷവും നമുക്കത് ബഡ്ജറ്റിൽ അവിടേക്ക് അവതരിപ്പിക്കുന്നത് തീരുമാനിക്കാം. അപ്പൊ 12 lakhs വരെ ചിലപ്പോൾ അയാൾക്ക് കൊടുക്കേണ്ടി വരില്ല. പക്ഷെ അങ്ങനെയല്ല, കമ്പനി ആണെങ്കിൽ 2 രൂപ 5 രൂപ 2 രൂപയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ മറ്റേ ആൾ ചിലപ്പോൾ ഒരു ലിമിറ്റ് വരെ കൊടുക്കേണ്ട എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെ ഓപ്ഷൻ കമ്പനിക്ക് ഇല്ല. ഓക്കെ, പിന്നെ കമ്പനി പേ ചെയ്യുന്നത് ഫ്ലാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ആണ്. അതായത് ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഫേം പറഞ്ഞാൽ അതിന് ഇൻഡിവിജ്വലായിട്ടാണ് വരിക. അപ്പൊ ആ ആൾക്ക് ഇപ്പൊ 5 lakh വരെയുള്ള ഇൻകത്തിന് ചിലപ്പോൾ വളരെ കുറവ് ടാക്സ് ആണ്, 5% ഉണ്ടാവുള്ളൂ. അതിന് മുകളിൽ 7.5 അങ്ങനെയായിരിക്കും. പക്ഷെ കമ്പനിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒറ്റ സ്ലാബിൽ 20% ആണെങ്കിൽ അത് എത്ര റേഞ്ച് ചെയ്താൽ 20%, 25 ആണെങ്കിൽ എത്ര റേഞ്ച് ചെയ്താൽ 25 അങ്ങനെ വരും. ഓക്കെ, സോ സ്മോൾ സ്കെയിൽ പാർട്ട്ണർഷിപ്പ് മേ ബി ബെറ്റർ ഇൻ സച്ച് എ സിനാരിയോ. അതുകൊണ്ട് ഇതൊരു ലിമിറ്റേഷൻ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട്, അവസാനത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നതാണ് detailed winding up procedure. Detailed winding up procedure. അതായത് ഒരു കമ്പനി അടച്ചുപൂട്ടി പോവാന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ രാമേട്ടന്റെ ഒരു കട അത് അടച്ചുപൂട്ടി പോകുന്നത് ആൾക്ക് നിർത്തുന്ന ലാഭമില്ല, നിർത്തുന്ന ഷട്ടർ ഇട്ട് തുറക്കുന്നില്ല, തീർന്നു. പക്ഷെ അതേപോലെ ഒരു കമ്പനിക്ക് പോകാൻ പറ്റില്ല. അത് റെസൊല്യൂഷൻ പാസ്സാക്കണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതേപോലെ തന്നെ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. അതായത് ഒരു ലിക്വിഡേറ്റർ ഗവൺമെന്റ്, അതായത് അപ്രൂവ്ഡ് ലിക്വിഡേറ്റർ ഉണ്ട്, ആ ആള് ഈ കമ്പനിക്ക് ആരൊക്കെയാണ് ആർക്കൊക്കെ പൈസ കൊടുക്കാണ്ട് ബാധ്യതയുണ്ട് നോക്കും, കമ്പനിയുടെ അസറ്റ്സ് ഒക്കെ എടുക്കും. അപ്പൊ അസറ്റ്സിനൊക്കെ എടുത്തിട്ട് ലയബിലിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെ എല്ലാം കടം ബാധ്യതയുള്ളവർക്ക് കൊടുത്തു വെക്കുന്ന രീതിയിൽ ലിക്വിഡേറ്റർ ചെയ്യണം. ലയബിലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്യണം. പിന്നെ ട്രിബ്യൂണൽ NCLT-യിൽ ഇപ്പോൾ സം കേസസ് LCLT-യിൽ അപ്രൂവൽ വേണം. ROC-യിൽ ഫയൽ ചെയ്യാനുണ്ട് കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ ROC-യിൽ ഫയൽ ചെയ്യാനുണ്ട്. സോ അടച്ചുപൂട്ടി പോകുന്നതും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. സോ അതുകൊണ്ട് തന്നെ അതും ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ട്.
സോ ഇത്രയൊക്കെ ഉള്ളൂ ലിമിറ്റേഷൻസ്. ഇത്രയാണ് നമ്മൾ ലിമിറ്റേഷൻസ് ആയിട്ട് കമ്പനിയുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, താങ്ക് യു.